ഞാൻ ഡോക്ടർ എ.എം. ഖാദർ, കെയർമിത്ര മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ENT കൺസൾട്ടൻ്റാണ്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും സാധാരണ ഉണ്ടാകുന്ന തലവേദന എന്നുള്ള ആ ഒരു സിംറ്റം അതിനെപ്പറ്റിയാണ്. ഏത് ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാലും, വൈറൽ ഇൻഫെക്ഷൻ ആയിക്കോട്ടെ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിക്കോട്ടെ, നമുക്ക് പനി അതിൻ്റെ കൂടെ ഇൻവേരിയബിളി സാധാരണ അതിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു സംഭവമാണ് തലവേദന. അപ്പോൾ തലവേദന, പനി, വൊമിറ്റിംഗ് ഇതാണ് സാധാരണയായിട്ട് ഏത് ഇൻഫെക്ഷനും കണ്ടുവരുന്നത്. അത് ENT പ്രശ്നങ്ങൾ കൊണ്ടും, കണ്ണിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും, ന്യൂറോളജി പ്രശ്നങ്ങൾ കൊണ്ടും, സൈക്യാട്രി പ്രശ്നങ്ങൾ കൊണ്ടും തലവേദന വരാം. ഞാൻ ആദ്യം പറയുന്നത് ENT പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന തലവേദനയാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ സൈനസ് ഹെഡേക്ക്, സൈനസൈറ്റിസ് വരുമ്പോൾ തലവേദന വരുമെന്നുള്ളത് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജലദോഷം വന്നിട്ട് നമ്മുടെ സൈനസിൽ, മൂക്കിൻ്റെ മുകളിലും താഴെയും ഇരുവശങ്ങളിലുമായിട്ടുള്ള ആ സൈനസിൽ പഴുപ്പ് കെട്ടി നിന്നിട്ട് അത് ഇൻഫെക്ഷൻ ആകുമ്പോഴേക്കും സൈനസൈറ്റിസ് അഥവാ തലവേദന, മാക്സിലറി സൈനസൈറ്റിസ്, ഫ്രോണ്ടൽ സൈനസൈറ്റിസ്, സ്ഫിനോയിഡ്, എത്മോയിഡ് സൈനസൈറ്റിസ്, അങ്ങനെ പല വിധത്തിലുണ്ട്. പിന്നെ മറ്റൊരു കാരണം മൈഗ്രെയിൻ. സാധാരണ നമ്മൾ മലയാളത്തിൽ ചെന്നിക്കുത്ത്, ഒരു ചെന്നി വെട്ടെന്നൊക്കെ പറയും. അത് പെട്ടെന്നുണ്ടാകുന്ന ഒരു തലവേദനയാണ്. അത് ഏതാനും മിനിറ്റുകളോ മണിക്കൂറുകളോ നീണ്ടു നിൽക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഛർദിൽ, ഓക്കാനം, തലകറക്കം, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും വരാം. അത് പ്രൊവോക്കേറ്റ് ചെയ്യുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. പെണ്ണുങ്ങൾക്കാണെങ്കിൽ ചിലപ്പോൾ പീരീഡ്സിന് മുമ്പായിട്ട് പ്രീമെൻസ്ട്രുവൽ മൈഗ്രെയിൻ വരാം. പിന്നെ വിശന്നിരിക്കുമ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ, നമ്മൾ ആഹാരം കഴിക്കാതെ വിശന്നിരിക്കുമ്പോൾ ഉണ്ടാവാം. തലേ ദിവസം നല്ലവണ്ണം ഉറക്കം കിട്ടിയില്ലെങ്കിലുണ്ടാവാം. വെയിൽ കൊണ്ടുണ്ടാവാം. അതേപോലെ നമ്മൾ കൂടുതൽ യാത്ര ചെയ്യുകയാണെങ്കിൽ, ടെൻഷൻ ഉണ്ടെങ്കിൽ, സ്ട്രെസ് ഉണ്ടെങ്കിൽ, പിന്നെ ചില ചോക്ലേറ്റ്സ്, ചീസ് അങ്ങനെയുള്ള ആഹാര സാധനങ്ങൾ കഴിക്കുമ്പോൾ തലവേദന ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള തലവേദന, മൈഗ്രെയിൻ നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. മറ്റ് ENT പ്രശ്നങ്ങളല്ലാതെ കണ്ണിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും, റിഫ്രാക്റ്റീവ് എറേഴ്സ് മീൻസ് മയോപ്പിയ അഥവാ ഷോർട്ട് സൈറ്റ്, ഹൈപ്പർമെട്രോപ്പിയ ആർ ലോങ് സൈറ്റ്. മയോപ്പിയ എന്ന് പറയുമ്പോൾ അടുത്തുള്ള വസ്തുക്കൾ നല്ലവണ്ണം കാണാൻ പറ്റും, ഡിസ്റ്റൻസിലുള്ള ഒബ്ജക്റ്റിനെ കാണാൻ പറ്റില്ല. അത് നമുക്ക് സർജറി കൊണ്ടോ അല്ലെങ്കിൽ കോണ്ടാക്ട് ലെൻസ് അല്ലെങ്കിൽ ഐ ഗ്ലാസസ് കൊണ്ടോ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. സാധാരണ കുട്ടികളിലാണ് കാണുന്നത്. അതേപോലെ ലോങ് സൈറ്റ് അഥവാ ഹൈപ്പർമെട്രോപ്പിയ, അടുത്തുള്ളത് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും, ദൂരെയുള്ളത് കാണാൻ പറ്റും. അതും ഇതേപോലെ നമുക്ക് ഗ്ലാസസ്, കോണ്ടാക്ട് ലെൻസ്, സർജറി അങ്ങനെയുള്ള ഇത് വെച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന തലവേദന, ശക്തമായ തലവേദനയും അതിൻ്റെ കൂടെ വൊമിറ്റിങ്ങും പെട്ടെന്ന് വരികയാണെങ്കിൽ നമുക്ക് സാധാരണ സെറിബ്രോ വാസ്കുലർ ആക്സിഡൻറ്റ്, നമ്മൾ സ്ട്രോക്ക് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ആരംഭമാണ്. അപ്പോൾ അങ്ങനെയുള്ള തലവേദന നമ്മൾ ശരിക്കും CT സ്കാനോ MRI സ്കാനോ ഒക്കെ ഉപയോഗിച്ച് തലച്ചോറിനകത്ത് ക്ലോട്ടോ അല്ലെങ്കിൽ ബ്ലീഡിങ്ങോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടി വരും. അത് എത്രയും പെട്ടെന്ന് നമ്മൾ ആശുപത്രിയിൽ ചെന്ന് ആ പരിശോധന ചെയ്യേണ്ടതാണ്. അത് ശക്തിയായ തലവേദനയായിരിക്കും. ചിലപ്പോൾ അതിൻ്റെ കൂടെ സീഷേഴ്സ്, ഈ ജന്നി അല്ലെങ്കിൽ ഓർമ്മക്കുറവ്, പിന്നെ സംസാരത്തിൽ വ്യത്യാസം, നടക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു വശം സ്തംഭിക്കുക, അങ്ങനെ മറ്റ് കാരണങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ടാവാം. പിന്നെ സെറിബ്രൽ ട്യൂമേഴ്സ്, തലച്ചോറിനകത്തുള്ള ട്യൂമേഴ്സും നമുക്ക് ശക്തിയായ തലവേദനയ്ക്കുള്ള ഒരു കാരണമാണ്. ഇത് തുലവും കുറവാണ്. സാധാരണയുള്ള തലവേദന മറ്റ് ഇൻഫെക്ഷനും ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. ഈ ട്യൂമറും സെറിബ്രോവാസ്കുലർ ആക്സിഡൻറ്റും ഒക്കെ വളരെ അപൂർവമായിട്ടാണ് ഉണ്ടാകുന്നത്. പിന്നെ ചില സൈക്യാട്രിക് പ്രശ്നങ്ങൾ കൊണ്ടും നമുക്ക് തലവേദന ഉണ്ടാകാം. അതേപോലെ ഈ ചില മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റായിട്ട് നമുക്ക് തലവേദന വരാം. തലവേദനയ്ക്കുള്ള മറ്റ് കാരണങ്ങൾ, ബ്ലഡ് പ്രഷർ കൂടുകയാണെങ്കിൽ നമുക്ക് തലവേദന വരാം, കുറഞ്ഞാലും തലവേദന വരാം. അതുപോലെ ഹൈപ്പോഗ്ലൈസീമിയ, എല്ലാവർക്കും അറിയാം, നമ്മൾ വിശന്നിരിക്കുമ്പോഴേക്കും തലവേദന വരും. അപ്പോൾ എന്തെങ്കിലും ആഹാരം കഴിക്കുമ്പോഴേക്കും തലവേദന മാറും. അതേപോലെ കൊളസ്ട്രോൾ, ഡിസ്ലിപ്പിഡിമിയ, കൊളസ്ട്രോളിൻ്റെ വ്യതിയാനങ്ങൾ കാരണം തലവേദന വരാം. മറ്റ് കിഡ്നി ഡിസോർഡേഴ്സ്, ലിവർ ഡിസോർഡേഴ്സ്, ക്യാൻസർ, ലുക്കീമിയ, അങ്ങനെ എണ്ണമറ്റ അസുഖങ്ങളിൽ തലവേദന ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ തലവേദന നമുക്ക് നിശേഷം മാറ്റാവുന്നുള്ള തലവേദനയുണ്ട്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത തലവേദനയുണ്ട്. സാധാരണഗതിയിൽ തലവേദന ടെൻഷൻ ഹെഡേക്ക് എന്ന് പറയും. നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സോ ടെൻഷനോ ഉണ്ടെങ്കിൽ തലവേദന വരും, ഒരു പാരസെറ്റമോൾ കഴിക്കുമ്പോഴേക്കും മാറും. പിന്നെ അങ്ങനെ മാറാതെ നിൽക്കുന്ന തലവേദന നമ്മൾ കൺസേൺഡ് സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് ചികിത്സിച്ച് ഭേദമാക്കേണ്ടതാണ്. പിന്നെ സാധാരണഗതിയിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏത് ഇൻഫെക്ഷൻ്റെ കൂടെയും ഒരു അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ തലവേദന അതിൻ്റെ കൂടെ കാണുമെന്നുള്ളത് 100% ഉറപ്പാണ്. തലവേദന, തൊണ്ടവേദന, ജലദോഷം,
അങ്ങനെയാണ് സാധാരണഗതിയിൽ എല്ലാ ഇൻഫെക്ഷൻസും അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് എല്ലാം തുടങ്ങുന്നത്. ആ തലവേദന 3-4 ദിവസം നമ്മൾ പിന്നെ ആൻറ്റിബയോട്ടിക് കഴിച്ചോ കഴിക്കാതെയോ ഒക്കെ മാറാവുന്നുള്ള കാര്യമേ ഉള്ളൂ. പക്ഷേ എപ്പോഴും തലവേദനയെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന തലവേദനയെ നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്. ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെറിബ്രൽ അന്യൂറിസം, നമ്മുടെ തലച്ചോറിനകത്തുള്ള ബ്ലഡ് വെസൽസ് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ ബലൂൺ പോലെ പിന്നെ വീർത്തിരിപ്പുണ്ടാകും. അത് കാരണം തലവേദന ഉണ്ടാകും. നമ്മൾ മൈഗ്രെയിൻ ആണെന്ന് വിചാരിക്കും. ചിലപ്പോൾ പെട്ടെന്നൊരു ദിവസം ഒരു അബോധാവസ്ഥ, അത് പൊട്ടിയിട്ട് നമുക്ക് പിന്നെ അതിനകത്ത് ബ്ലീഡിങ് ഉണ്ടായിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്ത് ICUവിലായി. അപ്പോഴേക്കും CT സ്കാനോ MRI സ്കാനോ എടുക്കുമ്പോഴേക്കും അത് ഇങ്ങനെ നേരത്തെ ഉണ്ടായിരുന്നത് സെറിബ്രൽ അന്യൂറിസം ആയിരുന്നു, അത് പൊട്ടിയാണ് ഇങ്ങനെ സംഭവിച്ചത്. പിന്നെ അങ്ങനെ അന്യൂറിസം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ വേറെ പിന്നെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഡെത്ത് എന്നുള്ളത് താമസിയാതെ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഈ തലവേദനയെ നിസ്സാരവൽക്കരിക്കരുത്. നമ്മുടെ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ടെൻഷൻ കൊണ്ടാണ്. ആ ടെൻഷൻ റിലീവ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതേപോലെ ചില പാനീയങ്ങൾ, ഈ അധികം കോഫി, ആൽക്കഹോള്, സിഗരറ്റ്, ഓവർ സ്മോക്കിംഗ്, അങ്ങനെയുള്ള ആളുകൾക്കും തലവേദന വരാം. നല്ല ഉറക്കം കിട്ടിയില്ലെങ്കിൽ തലവേദന വരാം. അതേപോലെ നമ്മൾ ഓവർ വർക്ക്, ഐ സ്ട്രെയിൻ, നേരത്തെ ഞാൻ പറഞ്ഞ സംഭവം തന്നെയാണ്. കൂടുതൽ നേരം കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണിലൊക്കെ വർക്ക് ചെയ്യുന്ന കുട്ടികൾക്കായാലും വലിയ ആളുകൾക്കായാലും ഈ തലവേദന വരാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തലവേദന ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ പോസ്ചർ, നമ്മൾ ഇരിക്കുമ്പോൾ ആ പോസ്ചർ, ഓർത്തോപെഡിക് പ്രശ്നങ്ങൾ കാരണവും തലവേദന വരാം. ടെമ്പറോ മാൻഡിബുലർ ജോയിൻ്റ് എന്ന് പറയും, അതിൻ്റെ പ്രശ്നങ്ങൾ കാരണവും തലവേദന വരാം. അങ്ങനെ തലവേദനയ്ക്ക് ഒട്ടേറെ കാരണങ്ങളുണ്ട്. അപ്പോൾ നമുക്കൊരു തലവേദന ആകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ കാരണം കണ്ടെത്തി മുൻകൂട്ടി ചികിത്സിച്ച് ഭേദമാക്കിയാൽ നന്നായിരിക്കും.